മൈക്രോ എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇപ്പോൾ പേര് പോലെ തന്നെ ഉൽപ്പാദനവും ചിലവുകളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുക. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ വേരിയസ് കണ്ടീഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു അല്ലേ. മാർഷേലിൻ അനാലിസിസ്, അതുപോലെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ്, ഡിമാൻഡ് തിയറീസ്, ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് പറയുന്നത് ഉപഭോക്താക്കൾ വില കുറഞ്ഞിരിക്കുമ്പം വസ്തുക്കൾ കൂടുതൽ മേടിക്കും, വില കൂടിക്കഴിഞ്ഞാൽ വസ്തുക്കൾ കുറഞ്ഞ അളവിലേ മേടിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പം അതുപോലെ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നു. അപ്പോൾ എത്ര അളവിൽ മാർജിൻ യൂട്ടിലിറ്റി എപ്പോഴാണോ, എത്ര യൂണിറ്റ് വസ്തുക്കൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്, അവിടം വരെയുള്ള അളവ് വസ്തുക്കളാണ് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടിയിരിക്കുന്നത് എന്നുള്ള സിദ്ധാന്തങ്ങൾ നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് കണ്ടത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഉൽപ്പാദകരുമായി അല്ലെങ്കിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട തിയറികളാണ് കാണാൻ പോകുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഉൽപ്പാദന ഏകതം എന്ന് പറയും. ഉൽപ്പാദന ഏകതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഉൽപ്പാദന ഏകതം അഥവാ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് എന്നാണ് നമ്മൾ പറയുക. ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇവയൊക്കെയാണ്. ലാൻഡ്, നമ്മൾ ഉദാഹരണം തന്നെ ഒരു പെൻ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണെന്ന് കരുതുക. ഒരു പേനെ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും ഭൂമി വേണം, അല്ലെങ്കിൽ ഫാക്ടറി വേണം. അപ്പോൾ ഇവിടെ ലാൻഡ് ആവശ്യമാണ്. ലാൻഡ് അഥവാ ഒരു ഫാക്ടറി ആവശ്യമാണ്. ലാൻഡിലാണ് ഫാക്ടറി സ്ഥാപിക്കുക, അതുകൊണ്ട് ലാൻഡ് ആവശ്യമാണ്. ലേബർ ആവശ്യമാണ്. ലാൻഡ് ആവശ്യമാണ്, ലേബർ ആവശ്യമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ. അപ്പോൾ ഇങ്ങനെ 4 ഘടകങ്ങളാണ് ഉൽപ്പാദനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ലാൻഡ്, ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ഫാക്ടറി ആരംഭിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി ആവശ്യമാണ്. ആ ഭൂമിയിൽ ഫാക്ടറി ആവശ്യമായിട്ട് വരും, ഒരു ബിൽഡിംഗ് ആവശ്യമായിട്ട് വരും. അതിനെല്ലാം ചേർത്തിട്ടാണ് ലാൻഡ് എന്ന് പറയുന്നത്. തൊഴിലാളികൾ നമുക്ക് ആവശ്യമായ ഘടകമാണ്. മാനേജേഴ്സായിട്ടും ഡെയിലി വേജ് ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ മന്ത്ലി സാലറി മേടിക്കുന്ന ജീവനക്കാരൊക്കെ നമുക്ക് എക്സ്പേർട്സ് ആയിട്ട്, ലേബേഴ്സ് ആയിട്ട് ആവശ്യമാണ്. ക്യാപിറ്റൽ ആവശ്യമാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പണമാണ്, മൂലധനമാണ്. മെഷീൻസ് മേടിക്കുവാനും വേണ്ടിയിട്ട്, വാഹനങ്ങൾ മേടിക്കാനും ഫർണിച്ചേഴ്സ് മേടിക്കുവാനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂലധനം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഘടകമാണ്. അപ്പം അതുപോലെ 4-ാമത്തെ ഘടകമാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതായത് സംരംഭകൻ എന്നൊക്കെ പറയും നമ്മൾ. അതായത് ഒരു വ്യവസായം തുടങ്ങുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അതിനെ കോർഡിനേറ്റ് ചെയ്തൊരു വ്യവസായം തുടങ്ങുന്നയാളെയാണ് സംരംഭകൻ അഥവാ എൻ്റർപ്രണർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ എന്നിവ ആവശ്യമാണ് എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും. പേന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ലാൻഡ്, ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായി ലാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വാടകയ്ക്ക് എടുക്കുന്നു. ഒരു ബിൽഡിങ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു, അതിന് പകരമായിട്ട് വാടക അഥവാ റെൻറ്റ് കൊടുക്കുന്നു. അതിന് ലാൻഡ് ആവശ്യമാണ്. ലേബേഴ്സ് ആവശ്യമാണ്. ഫാക്ടറിയിൽ ലേബേഴ്സിന് ജോലി ചെയ്യുന്നതിന് പകരമായി നമ്മൾ വേജ് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ 3-ാമത്തെ ക്യാപിറ്റൽ, മൂലധനം, പണം ആവശ്യമാണ്. പണം നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ കാണും, അതില്ലെങ്കിൽ നമ്മൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കും. ആ ലോൺ എടുക്കുന്നതിന് പകരമായിട്ട്, ലോൺ എടുത്തു നമ്മൾ ഫാക്ടറി തുടങ്ങുന്നു, മെഷീനറീസ് മേടിക്കുന്നു, എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നു, ടൂൾസും ഫർണിച്ചേഴ്സും ഒക്കെ മേടിക്കുന്നു. ആ ലോൺ എടുത്തതിന് പകരമായിട്ട് മാസാമാസം ഇൻട്രസ്റ്റ് അഥവാ പലിശ നമ്മൾ ബാങ്കിന് അടയ്ക്കുന്നു. അപ്പം അതുപോലെ 4-ാമത്തെ ഘടകം എന്ന് പറയുന്നത് എൻ്റർപ്രണർ, ഒരു സംരംഭകൻ, മുതലാളി, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ കാണും ഇതിനെല്ലാം. മുതലാളി നമ്മൾ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്ന് മാനേജറിയൽ എക്കണോമിക്സിനകത്ത് നമ്മൾ പറയും.
ഇപ്പം 4 ഘടകങ്ങളാണ് ഉൽപ്പാദനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർ. അപ്പോൾ ഈ ലാൻഡിന് പകരമായിട്ട് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നു. ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു മെഷീൻ മീൻസ് ഒരു ലാൻഡ് മേടിക്കുന്നു. ഒരു ലാൻഡിലൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു. അതിന് പകരമായി മാസം ആ ബിൽഡിങ്ങിൻ്റെ വാടക റെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ലാൻഡിന് പകരമായി കൊടുക്കുന്നത് റെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ എന്നിവ ആവശ്യമാണ്. ലാൻഡ് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലുള്ള ഫാക്ടറിയുമാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുമാണ് കേട്ടോ. ഇപ്പോൾ ലാൻഡിന് പകരമായിട്ട് റെൻറ്റ് കൊടുക്കുന്നു, അഥവാ ബിൽഡിങ് നമ്മൾ എടുക്കുന്നു, അതിന് പകരമായിട്ട് മാസം റെൻറ്റ് കൊടുക്കുന്നു. ലേബേഴ്സിന് വേജ് കൊടുക്കുന്നു, റെമ്യൂണറേഷൻസ് ആണ്. ലേബറിന് വേജ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് ലോൺ എടുത്തതിന് പകരം പലിശ കൊടുക്കുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. എൻ്റർപ്രണർക്ക് എന്ത് ലഭിക്കും? ലാഭം ലഭിക്കും, പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് ഉൽപ്പാദന ഘടകങ്ങളാണ്, അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ കാണുന്നുണ്ട്, ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ഘടകങ്ങൾ 4 പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നുള്ളൂ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർ. ഇതിൻ്റെ റെമ്യൂണറേഷൻസ് ഈ 4 ഉൽപ്പാദന ഘടകങ്ങളുടെയും പ്രതിഫലത്തിനെയാണ് പ്രതിഫലത്തിനെ നമ്മൾ പറയുന്ന പേരുകളാണ് ലാൻഡിനും റെൻറ്റും, ലേബറിന് വേജും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അഥവാ പലിശയും, എൻ്റർപ്രണർക്ക് ലാഭം അഥവാ പ്രോഫിറ്റും ലഭ്യമാകും. ഇതാണ് ഇതിൻ്റെ റെമ്യൂണറേഷൻസ് എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളുടെ പ്രതിഫലങ്ങളാണ് നമ്മൾ പറഞ്ഞ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മളൊരു പെൻ ഉൽപ്പാദിപ്പിക്കാമെന്ന് കരുതുക. ഈ പെന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട്. ഈ പെൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? പെൻ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ് വേണം, ക്യാപിറ്റൽ വേണം. സി ആണ്, പക്ഷെ നമ്മൾ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ക്യാപിറ്റലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. സി അല്ല, കെ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലെറ്റർ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, പിന്നെ എന്താണ് ലാൻഡ് ഒന്നുകൂടെ വെക്കുക, ലാൻഡ്, ലേബർ. ഓക്കെ, ആദ്യത്തെ ലേബർ, ഇത് ലാൻഡാന്ന് കരുതിക്കും, വേറെ മറ്റൊരു എൻ്റർപ്രണർഷിപ്പ് ഇ. അപ്പോൾ ഇവിടെ ലാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു, ലേബർ ഉപയോഗിക്കുന്നു, എൻ്റർപ്രണർ ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ഈ 4 ഘടകങ്ങൾ. പിന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമായിട്ട് വരും. പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാസ്റ്റിക്കോ ഇങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അതെല്ലാം ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ഇവിടെ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങൾ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. പ്ലസ് റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെല്ലാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻപുട്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇൻപുട്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേന ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പേനയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ ആ പേനയെ പറയുന്ന പേര്. ഓക്കെ, അപ്പം പെന്നിനെ നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് എന്ന് പറയും. ആ ഔട്ട്പുട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ എന്നിവ ഉപയോഗിച്ചിട്ടാണ് പേന ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ ഇതിനൊക്കെ ഇൻപുട്സ് എന്നാണ് പറയുന്നത്, അല്ലെ ഇൻപുട്ട് എന്നാണ് പറയുന്നത്, ഇൻപുട്സ്. അപ്പോൾ ഇൻപുട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് എന്നാണ്. ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള വസ്തുക്കളാണ്. ഇൻപുട്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നം അഥവാ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ആ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്താണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്? ചിലപ്പോൾ ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ലേബർ ആവശ്യമായിട്ട് വന്നേക്കാം. 2 ലേബറും 1 ക്യാപിറ്റലും മതിയായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള റേഷ്യോ ഉണ്ട്, ഇൻപുട്ടുകളുടെ ഒരു റേഷ്യോ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ.
ആ റേഷ്യോ ആണ് നമ്മൾ എന്താണ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുക. ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പേര് വേണം? 10-15 പേര് ആൾക്കാർ ആവശ്യമായിട്ട് വരും അല്ലേ? എത്രയെങ്കിലും ആയിക്കോട്ടെ, ഒരു പന്തേ കാണുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് മണ്ടത്തരാണ് ഇത്രയും പേര് ചേർന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്ത് മാത്രമേ കൊടുക്കുന്നത്, എന്തൊരു മണ്ടത്തരാന്ന് നമ്മൾ പറയും. മണ്ടത്തരായിട്ട് തോന്നിയേക്കാം നമുക്ക് അല്ലെ? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റ് ഒരു ബോളും മാത്രമേ ഉള്ളൂ, എന്തൊരു മണ്ടത്തര. ഇത്രയും പേര് ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നു, ഒരു ബാറ്റ് ഒരു ബോളും മാത്രം കൊടുക്കുന്നു, ഒരു ബോളിന് പുറകെ എല്ലാവരും കിടന്ന് ഓടുന്നു പറയും അല്ലേ? പക്ഷെ എന്താ അതിൻ്റെ ലോജിക്ക്? നമുക്ക് അതിൻ്റെ കാര്യം അറിയാം, അതാ ഗെയിമാണ്. അപ്പം അതിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ട്. ഒരു ബോൾ ഈസിക്കൽ ടു 10 പേര് അല്ലെങ്കിൽ 12 പേര് എന്നുള്ളൊരു റേഷ്യോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാറ്റ് ഈസിക്കൽ ടു, അതങ്ങനെയാണ്. അതേപോലെ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാനും വേണ്ടിയിട്ട് ചില റേഷ്യോസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ 2 ലേബേഴ്സ് ആവശ്യമായിട്ട് വന്നേക്കാം, ഒരു യന്ത്രവും ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ 2 ലേബേഴ്സ് 1 ക്യാപിറ്റൽ എന്നുള്ള അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1:2 എന്ന് പറയും. ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് 2 ലേബർ ഉണ്ടെങ്കിൽ 1:2 എന്ന് പറയും. എളുപ്പത്തിന് വേണ്ടി ഞാൻ അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. ആശയം മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വരാം, അത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നത്, ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ഒരു പ്രത്യേക തരം ബന്ധത്തെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് എ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ഇൻപുട്സ് ഗിവൺ ദ ലെവൽ ഓഫ് ടെക്നോളജി. അതായത് എത്ര ഇൻപുട്ടുകൾ ഉപയോഗിച്ചാലാണോ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ടെക്നോളജിയിൽ മാറ്റമില്ലാതെ, ടെക്നോളജി വർദ്ധിപ്പിക്കാതെ ചിലപ്പോൾ 2 ലേബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയേക്കാം. അങ്ങനെയാണ് 1:2 എന്നുള്ളതായിരിക്കും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻപുട്ടുകളും ലേബേഴ്സും ക്യാപിറ്റലും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. പേനയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണെന്ന് കരുതിക്കുക. ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2 എന്നുള്ളത്. ഇപ്പോൾ x1 എന്നുള്ളത് ലേബർ ആണ്, x2 എന്നുള്ളത് ക്യാപിറ്റലും. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 ഉൽപ്പാദന ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ് എന്നിവ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലേ. പക്ഷേ നമ്മൾ ഇതിനകത്ത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തിയറിക്ക് വേണ്ടി എടുക്കുക. അത് ലേബറും ക്യാപിറ്റലുമാണ്. ലാൻഡും എൻ്റർപ്രണറും നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടുകൾ ലേബറും ക്യാപിറ്റലുമാണ് സാധാരണഗതി യൂസ് ചെയ്യുക. ഇവിടെ x1 x2 എന്നുള്ളത് ഇൻപുട്സ് ആണ് കേട്ടോ. ഇത് ഇൻപുട്സ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പേനയെങ്കിൽ പേന. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇതാണ് ഔട്ട്പുട്ട് അഥവാ പേന എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പേനയുടെ എണ്ണം, എത്ര പേന ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ലേബറിനെയും ക്യാപിറ്റലിൻ്റെയും എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ കൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അതായത് ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2 എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര പേന ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ലേബറിൻ്റെ എണ്ണത്തെയും ക്യാപിറ്റലിൻ്റെ എണ്ണത്തെയും അല്ലെങ്കിൽ ടെക്നോളജിയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളും ജോലി ചെയ്യുന്ന എല്ലാവരും ഉൾപ്പെടും എന്നുള്ളതാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അഥവാ ക്യൂ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും. നമ്മൾ ഈ ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡിനകത്ത് ഡിമാൻഡ് ഫംഗ്ഷനകത്ത് കണ്ട അല്ലേ, QD ഈസിക്കൽ ടു F ഇൻറ്റു P, P1 Y T എന്നൊക്കെ കണ്ട അല്ലേ. അപ്പോൾ അതേ ലോജിക്ക് എവിടെ ഈ ഫംഗ്ഷനും അതേ ഫംഗ്ഷൻ എവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലത്തെയാണ്. ഇവിടെ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണം, അല്ലെ ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വർദ്ധിപ്പിച്ചാൽ മതി. അഥവാ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ആശയം മനസ്സിലായില്ല. അപ്പോൾ x1 ലേബറിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ക്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടാം, ക്യൂ വർദ്ധിപ്പിക്കാം. ഇത് രണ്ടും കൂട്ടി ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകുന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഐസോ ക്വാണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. നമ്മൾ ഇൻഡിഫറൻസ് കർവ് കണ്ടു. ഇൻഡിഫറൻസ് കർവിനകത്ത് പറയുന്നത് എന്താണ്? 2 വസ്തുക്കൾ
ഒരു ഉപഭോക്താവ് രണ്ട് വസ്തുക്കൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്നുള്ളതാണ്. പക്ഷേ ഐസോക്വാണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊഡക്ട്സ് കർവ്സ് എന്നാണ് പറയുക. ഈക്വൽ പ്രൊഡക്ട്സ് കർവ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഐസോക്വാണ്ടിൽ ഇവിടെ വെർട്ടിക്കൽ ആക്സിസിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസ് ഇവിടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇവിടെ ലേബർ തന്നിട്ടുണ്ട്. ഇവിടെ ലേബറും ഇവിടെ ക്യാപിറ്റലുമാണ്. ഇപ്പോൾ ഐസോക്വാണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊഡക്റ്റ് കർവ്സ് എന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കണം. എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും ലേബറും ക്യാപിറ്റലും ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പക്ഷേ ഈ രണ്ട് വസ്തുക്കളും അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലേബർ കൂടുതൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു അല്ലേ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നുണ്ട്. ഒന്നെങ്കിൽ ലേബർ കൂടുതൽ ഉപയോഗിച്ചും ക്യാപിറ്റൽ അഥവാ മൂലധനത്തിൻ്റെ അളവ് കുറച്ചുപയോഗിച്ചും നമുക്കൊരു വസ്തു ഉൽപ്പാദിപ്പിക്കാം. നേരെ തിരിച്ചും ക്യാപിറ്റൽ കൂടുതൽ അളവ് യൂസ് ചെയ്തും ലേബറിൻ്റെ അളവ് കുറച്ചും നമുക്ക് അതേ വസ്തു ഉൽപ്പാദിപ്പിക്കാം. ആശയം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സെയിം ക്വാണ്ടിറ്റി ഓർ സെയിം എമൗണ്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഐദർ മോർ ക്യാപിറ്റൽ ഓർ ലെസ് എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ലോജിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാൻ പറ്റുക, നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു. വളരെ സിമ്പിളായ ലോജിക്കാണ്. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു, ഒരു ചൂണ്ടയും അതിനടുത്തുള്ള ഹുക്കും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. എരി ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകാമെന്ന് കരുതുക. ചൂണ്ടയുമായിട്ട് നമ്മൾ വള്ളത്തിൽ കയറുന്നു, ഒരു ചെറിയൊരു പുഴയിലേക്ക് പോകുന്നു എന്ന് കരുതുക. ഇവിടെ ലേബർ എന്ന് പറയുന്ന ആൾ, മീൻ പിടിക്കാൻ പോകുന്ന ആളാണ് ലേബർ എന്ന് പറയുന്ന ആൾ. അതേസമയം ക്യാപിറ്റൽ എന്താണ്? ചൂണ്ട അല്ലേ? ചൂണ്ടയും വള്ളവുമാണ് ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചൂണ്ടയും വള്ളവും ഉപയോഗിച്ചിട്ട് ഒരു ലേബർ ഉപയോഗിച്ചിട്ട് 10 മീൻ പിടിക്കുന്നു എന്ന് കരുതുക. ആശയം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ലേബർ എത്രയാണ്? ഒരു ലേബറാണ്. ക്യാപിറ്റൽ 2 എന്ന് നമുക്ക് പറയാം. ചൂണ്ടയും വള്ളത്തെ നമ്മൾ ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ, വള്ളവും വലയെന്ന് പറഞ്ഞ പോലെ ഇവിടെ ചൂണ്ടയാണെന്ന് മാത്രമേ ഉള്ളൂ. വള്ളവും എടുത്തേച്ച് ചൂണ്ടയുമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ക്യാപിറ്റൽസ് ഉപയോഗിക്കുന്നു, 1 ലേബർ ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് എത്രയാണ്? 10 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലേബറും 2 ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 10 മീൻ പിടിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ലോജിക്ക്. അപ്പോൾ ലേബർ 1 ഉപയോഗിച്ചിട്ടുള്ള ക്യാപിറ്റൽ 2 ഉപയോഗിച്ചെന്ന് കരുതാം. ഇനി എന്ത് ചെയ്യാം? ഇനി 2 പേര് 10 മീൻ എന്നുള്ളത് 20 മീനായിട്ട് കൂട്ടണമെന്ന് കരുതുക. അപ്പോൾ ഒരു പക്ഷേ ഒരാളെ കൂടെ കൂട്ടുകയാണ്. 2 പേര് 2 ചൂണ്ട ഉപയോഗിക്കുന്നു, ഒരു വള്ളത്തെ പോകുന്നു. അപ്പോൾ ലേബറിൻ്റെ അളവ് അവിടെ കൂടി, ക്യാപിറ്റലിൻ്റെ അളവ് അവിടെ കൂടി. അവർ 20 50 മീനെ പിടിച്ചെന്ന് കരുതി. അപ്പോൾ 20 മീനെ പിടിച്ചെന്ന് കരുതിക്കും. അപ്പോൾ ഔട്ട്പുട്ട് വർദ്ധിച്ചു. 10ൽ നിന്ന് 20 ആയിട്ട് ഔട്ട്പുട്ട് വർദ്ധിച്ചു. എങ്ങനെയാണ്? ലേബറിൻ്റെ അളവും ക്യാപിറ്റലിൻ്റെ അളവും വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കിട്ടിയില്ലേ? അപ്പോൾ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചിട്ട് ഇവിടെ ഔട്ട്പുട്ട് കൂട്ടി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അവർ ഒരു വല ഉപയോഗിക്കുമെന്ന് കരുതുക. ഒരു വലയുണ്ട്, ഒരാളും ഉണ്ടെന്ന് കരുതിക്കും. ഒരാളേ ഉള്ളൂ. ഒരാൾ വല എറിഞ്ഞിട്ട് മീൻ പിടിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ സമയം എടുത്തിട്ട് മീൻ പിടിക്കുകയാണ്. അയാൾക്ക് 20 മീനെ കിട്ടിയെന്ന് കരുതുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് 20 മീനാണ്. ലേബർ എന്ന് പറഞ്ഞ ഒരു ലേബറാണ്, ഒരു ക്യാപിറ്റലുമാണ്. വലിയൊരു വലയാന്ന് കരുതി. ഒരാൾക്ക് തന്നെ ഒത്തിരി സമയം എടുക്കുമെന്ന് വല വീശി മീനൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും, നിങ്ങൾക്കറിയാം വീശുവലയൊക്കെ ആണെങ്കിൽ വല വീശി മീൻ പിടിച്ച് ക്ലിയറാക്കി എടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊരുത്തു പോകും. വല അതിനകത്ത് ഒത്തിരി ഇലയും കാര്യങ്ങളൊക്കെ കാണും. മീനൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. അങ്ങനെ 20 മീൻ ഒരു ദിവസം ഒരാൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഒരു ലേബറാണ്, ഒരു ക്യാപിറ്റലാണ്, 20 ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് വേണമെങ്കിൽ മറ്റൊരാളെ കൂടെ കൂട്ടിന് വിളിക്കാം. ഒരു ലേബറിനെ കൂടെ കൂട്ടിന് വിളിക്കാം. അപ്പോൾ 2 ലേബറായി, ഒരു ക്യാപിറ്റലുമായി. മീനിൻ്റെ അളവ് ചിലപ്പോൾ 40 ആയിട്ട് കൂടും. കാരണം 2 പേര് ചേർന്നിട്ട് പെട്ടെന്ന് വല വലിച്ചെടുക്കുന്നു, പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നു, കൂടുതൽ എഫക്റ്റീവായിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നു. 20 മീൻ എന്നുള്ള ഒരു ദിവസം തന്നെ 40 മീനായിട്ട് കൂടുന്നു. ഇനി പിറ്റേ ദിവസം അവർ ഒരാളെ കൂടെ ജോലിക്ക് കൂടുതൽ
കൂടെ ചേർക്കാമെന്ന് കരുതുക. അപ്പോൾ 3 പേര് ചേർന്നിട്ട് മീൻ പിടിക്കുകയാണ്. ഒരു വല മാത്രമേ ഉള്ളൂ. 1 ക്യാപിറ്റൽ 3 ലേബേഴ്സാണ്. മൂന്നാമത്തെ ആൾ വരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ 3 പേരും ചേർന്നിട്ട് വല വീശുന്നു. അപ്പോൾ ഇവർക്ക് ഷിഫ്റ്റായിട്ട് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒരാൾ മടുക്കുമ്പോൾ ഒരാൾക്ക് വിശ്രമിക്കാം, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ കൂടുതൽ എഫക്റ്റീവായെന്ന് കരുതുക. 40 മീൻ എന്നുള്ള ഒരു പക്ഷേ 60 മീനായിട്ട് കൂടിയേക്കാം, കമ്പൈൻഡ് ആയിട്ടുള്ള എഫർട്ട് വരുന്നുള്ളതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ലേബറിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ലേബറിൻ്റെ അളവ് 1, 2, 3 എന്നിങ്ങനെ കൂട്ടി. ഔട്ട്പുട്ടിന് എന്ത് സംഭവിച്ചു? ഔട്ട്പുട്ട് 20, 40, 60 ആയിട്ട് കൂടി എന്ന് കരുതുക. 60 വരെ ആയിട്ട് കൂടി. ക്യാപിറ്റലോ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിക്സഡാണ്. ഒരു വല മാത്രമാണ് അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഫിക്സഡ് ആക്കി നിർത്തിക്കൊണ്ട് 1 ക്യാപിറ്റലാണ് 3 ലേബേഴ്സ്. ലേബേഴ്സിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് 60 മീനെ പിടിക്കാമെന്ന് കരുതുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 60 ആക്കി എന്നുള്ളതാണ്. ഇതേ കാര്യം അവർ മറ്റൊരു രീതി ചെയ്യുന്നത് കരുതുക. ഒരാൾ തന്നെ ഒരു യന്ത്രവൽകൃത ബോട്ടുമായിട്ട് പോവുകയാണ്. ഒരാൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലയും കാര്യങ്ങളോ ആണെന്ന് കരുതുക. ഒരു ക്യാപിറ്റലും ഒരു ലേബർ ഉപയോഗിച്ചിട്ടും. ഇവിടെ ക്യാപിറ്റലിൻ്റെ എണ്ണം കൂട്ടണം നിർബന്ധമില്ല, ടെക്നോളജി വർദ്ധിപ്പിച്ചാലും മതി കേട്ടോ. ലേബേഴ്സിൻ്റെ അളവ് കൂട്ടി ഔട്ട്പുട്ട് കൂട്ടുന്ന പോലെ തന്നെ ക്യാപിറ്റൽ കൂട്ടണമെന്നില്ല. ടെക്നോളജിയിൽ വർധന ഉണ്ടാവുകയാണെങ്കിൽ ക്യാപിറ്റലിൻ്റെ എണ്ണം കൂട്ടാത്തത് തന്നെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. അതായത് ഒരു ലേബറും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം ഒരാൾക്ക് 60 മീനെ പിടിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നേരത്തെ 3 ലേബേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഈ 60 മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. 3 ലേബേഴ്സ് അല്ലെങ്കിൽ 4 ലേബേഴ്സിനെ ഉപയോഗിക്കുന്നു, കൂടുതൽ മീനെ അവർ പിടിക്കുന്നു. ക്യാപിറ്റൽ കൂട്ടാതെ ലേബർ കൂട്ടുക ചെയ്യുന്നു. ഇനി ലേബർ കൂട്ടാതെ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചുകൊണ്ട്, ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്യാപിറ്റലിൻ്റെ അളവാവണമെന്നില്ല, ടെക്നോളജി ആയിരിക്കാം. അപ്പോൾ ഒരു യന്ത്രവൽക്കൃത ബോട്ടും ഒരു ലേബർ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ അല്ലെങ്കിൽ കൂടുതൽ പണം മുടക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലേബറിനും ഒരു ക്യാപിറ്റലിനും എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഈ 60 മീനെ പിടിക്കാൻ പറ്റും എന്നുള്ളത്. അതിനെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി അല്ലെ ടെക്നിക്ക് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ 60 മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലേബറിൻ്റെ അളവ് കൂട്ടാം, 60 മീനെ പിടിക്കുക. അതല്ലെങ്കിലോ ലേബറിൻ്റെ അളവ് കുറച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചും 60 മീനെ പിടിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഈ ഐസോകോണ്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൻ്റെ അളവ് കൂട്ടി ക്യാപിറ്റലിൻ്റെ അളവ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് ഇവിടെ നോക്കുക. ഇവിടെ ഈ ഒരു പോർഷനിൽ 60 മീൻ തന്നെ, ഐക്യു എന്ന് പറയുന്ന 60 മീനാണെന്ന് കരുതിക്കും. ഇവരെന്ത് ചെയ്യുന്നു? 3 ലേബർ ഉപയോഗിക്കുന്നു, ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു, 60 മീനെ പിടിക്കുന്നുള്ള. ഇനി ലേബറിൻ്റെ അളവ് കുറച്ചു, ഒരു ലേബറും 3 ലേബർ എന്നുള്ള ഒരു ലേബറായിട്ട് മാറ്റുന്നു. ക്യാപിറ്റലിൻ്റെ അളവോ? ആ ക്യാപിറ്റലിൻ്റെ അളവ് 2 എണ്ണം ആകണമെന്നല്ലോ നമ്മൾ പറഞ്ഞ പോലെ. ക്യാപിറ്റലിൻ്റെ അളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെക്നോളജി ആയിരിക്കാം. നല്ലൊരു യന്ത്രവൽകൃത ബോട്ട് ഉപയോഗിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും ലേബറിൻ്റെ അളവ് കുറച്ച് ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടി. ഇത് എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ ക്വാണ്ടിറ്റി പോലെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ നല്ല ക്യാപിറ്റൽ ഉപയോഗിച്ചാലും നമുക്ക് ഈ 60 മീനെ പിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഐസോകോണ്ട് കാണിക്കുന്നത് എന്താണ്? 60 മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കാം, ലേബർ കുറച്ച്, അല്ലെങ്കിൽ ലേബർ കൂടുതൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലേബറിൻ്റെ അളവ് കൂട്ടി ക്യാപിറ്റൽ കുറയ്ക്കാം, ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടി ലേബറിൻ്റെ അളവ് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ സെയിം അളവ് അല്ലെ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻപുട്സ് സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. കൂടുതൽ ക്യാപിറ്റലും കുറഞ്ഞ ലേബർ ഉപയോഗിച്ചിട്ട് ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടും സെയിം ക്വാണ്ടിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷനാണ് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ക്യാപിറ്റലിന് ലേബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സെയിം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിനെയാണ്, അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം സെയിമാണ്, ഉൽപ്പന്നത്തിൻ്റെ അളവ് വർധനവില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ലേബർ കൂട്ടിക്കൊണ്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ കൂട്ടി ലേബർ കുറച്ചും അത് പറ്റും എന്നുള്ള. അങ്ങനെ ഒരേ സെയിം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഇറ്റ് ഈസ് എ കെയർ ജോയിനിങ് ഓൾ ദി ഇൻപുട്ട് കോമ്പിനേഷൻസ് ദാറ്റ് ഗിവ് ഈക്വൽ ആൻഡ് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളത്. ഇപ്പോൾ ക്യാപിറ്റൽ കൂട്ടി ലേബർ കുറച്ചോ ക്യാപിറ്റൽ കുറച്ച് ലേബർ കൂട്ടിയോ സെയിം ക്വാണ്ടിറ്റി
പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇൻപുട്ടുകളുടെ ക്യാപിറ്റലും ലേബറിൻ്റെയും ഡിഫറൻറ്റ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നു. സെയിം ക്വാണ്ടിറ്റിയാണ് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇൻപുട്ടുകളുടെ ഡിഫറൻറ്റ് കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഐസോകാണ്ട് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് ഐസോകാണ്ട് എന്ന് പറയുന്നതാണ്. ലേബർ കൂട്ടി ക്യാപിറ്റൽ കുറച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂട്ടി ലേബർ കുറച്ചിട്ട് സെയിം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇൻപുട്ടുകളുടെ ഡിഫറൻറ്റ് കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഐസോകാണ്ട്. ഈ ഐസോകാണ്ട് പ്രോപ്പർട്ടീസ് ഇതങ്ങനെ ചോദിക്കുന്ന കാര്യമൊന്നുമല്ല, ഒന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്, കൂടുതൽ പറയുന്നില്ല. ഐസോകാണ്ട് പ്രോപ്പർട്ടീസ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. രണ്ട് ഐസോകാണ്ടുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻഡിഫറൻസ് കർവ് പോലെ ഒത്തിരി ഐസോകാണ്ടുകൾ ഇങ്ങനെയുണ്ട് കേട്ടോ. ഇതുപോലെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എപ്പോഴാണ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് കൂടുതൽ അളവ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഉയർന്ന ഐസോകാണ്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. ഇനി ഐസോകാണ്ടിൻ്റെ മാപ്പെന്ന് പറയും. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ട് ഐസോകാണ്ടുകൾ കൂടി ചേരില്ല, പരസ്പരം ചേരിക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഐസോകാണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, താഴേക്ക് ചെരിഞ്ഞ് വരും. കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കും. ടു ഐസോകോൺസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഈ ഷോർട്ട് റണ്ണും ലോങ് റൺ എന്നുള്ള കോൺസെപ്റ്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ കുറേ സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പിന്നീടാണ് തിയറിയിലേക്ക് നമ്മൾ കടക്കിയത്. ഷോർട്ട് റൺ ഈസ് എ പീരിയഡ് അണ്ടർ വിച്ച് എ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ബൈ ഇൻക്രീസിങ് സം ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് എന്നാണ്. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് റൺ എന്ന് പറഞ്ഞ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഫേം അതിൻ്റെ ഔട്ട്പുട്ടുകൾ ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഇൻപുട്ടിനകത്ത് വർധന വരുത്തിക്കൊണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻപുട്സിനകത്ത് വർധന വരുത്തിക്കൊണ്ട് ഒരു ഫേം, ഉദാഹരണത്തിന് പേന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി എന്ന് കരുതുക. ഒരു പേന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പേന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 1000 പേന പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. 10 ലേബറും 2 ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഒരു മാസം 1000 പേന പ്രൊഡ്യൂസ് ചെയ്യുന്നു. 10 ലേബേഴ്സ് ഉണ്ട് ഒരു പേന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ. 2 മെഷീൻസ് ഉണ്ട്. ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്ന പെന്നിൻ്റെ അളവെന്ന് പറയുന്നത് 1000 എന്നുള്ളതാണ്. ഇനി ആ ഫേമിനെ സംബന്ധിച്ച് 1000 പേന എന്നുള്ളത് 2000 പേനയാക്കി വർദ്ധിപ്പിക്കണം എന്ന് കരുതുക. എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, ലേബറിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ലോജിക്ക്, അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പോൾ പേനയുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 ലേബർ കൂട്ടുക എന്നുള്ളത്, 2 മെഷീൻസ് കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒറ്റയടിക്ക് മെഷീൻസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. പേനയുടെ എണ്ണം പെട്ടെന്ന് പേനയ്ക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുകയാണ്, എക്സാമുകളും കാര്യങ്ങളൊക്കെ വരുന്നു, എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് പേനയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവുകയെന്ന് കരുതുക. ഇപ്പോൾ പേന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കാർ സംബന്ധിച്ച് കൂടുതൽ പേന പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവരതിന് തീരുമാനിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഇൻ്റർവ്യൂ വെക്കാം, കൂടുതൽ ആൾക്കാരെ ജോലിക്ക് വെക്കാം. അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വേണമെങ്കിൽ അവർക്ക് കൂടുതൽ ലേബേഴ്സിനെ ജോലിക്ക് വെക്കാൻ സാധിക്കും. ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് പുതിയ യന്ത്രങ്ങൾ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്. പേന ഉണ്ടാക്കുന്ന ഈ മെഷീൻ എന്ന് പറഞ്ഞ ഒരു പക്ഷേ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും മേടിച്ചതായിരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ആ മെഷീൻ മേടിക്കാൻ ആവശ്യമായ ക്യാപിറ്റൽ ഇവരുടെ കയ്യിൽ ഉണ്ടാവണം, ഒന്നെങ്കിൽ പണം ഉണ്ടാവണം. പ്രധാനമായിട്ടും പണമാണ് ആവശ്യം. പണം ഉണ്ടാവണം, മെഷീൻ ലഭ്യമാകണം, അതിന് കുറേ ടൈം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഈ പേന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയെ സംബന്ധിച്ച് ഉൽപ്പാദനം കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ലേബേഴ്സിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ചെറുതായ രീതിയിലുള്ള ഉൽപ്പാദനം കൂട്ടാൻ പറ്റും. ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് വലിയ ഉൽപ്പാദനം കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ആശയം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള തിയറികളാണ് കേട്ടോ, കുറേ പറഞ്ഞ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. ഒരു ബസ്, ഇത് ഇങ്ങനെ പറയാൻ പാടില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ബസ് ഭയങ്കര തിരക്കാന്ന് കരുതുക. ഒരു ബസ്സിൽ ആദ്യം ഒരു ഡ്രൈവറെ വെക്കുന്നു. ഒരു ഡ്രൈവർ മാത്രം ഒരു ബസ്സിലുള്ളതെന്ന് കരുതുക. പക്ഷേ ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഒരു ഡ്രൈവറാണ് പണം മേടിക്കുന്നത്, ടിക്കറ്റ് കൊടുക്കുന്നത്, പണം മേടിക്കുന്നതൊക്കെ ഡ്രൈവറാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബസ്സിൻ്റെ ഓണറെ സംബന്ധിച്ച് നഷ്ടമായിരിക്കും. കാരണം എല്ലാവരും ഒന്നും ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഡ്രൈവറെ സംബന്ധിച്ച് അന്ന് മോണിറ്റർ ചെയ്യാൻ വലിയ
പ്രയാസമായിരിക്കും. ആൾക്കാർ സ്വമേധ ചെന്നിട്ട് ടിക്കറ്റ് മേടിക്കുക, പണം കൊടുക്കുക ഒക്കെ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലതൊന്നും സാധ്യമാവില്ല, നമുക്കറിയാം. ഇപ്പോൾ ബസ് തിരക്കാണ്, ഭയങ്കരമായ തിരക്ക് കൂടിക്കൂടി വരിക. അപ്പോൾ ഒരു കണ്ടക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഒരു ഡ്രൈവർ ഒരു കണ്ടക്ടർ. അപ്പോൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേബർ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ബസ്സാണ്, അല്ലേ? ബസ്സാണ് ഇവിടുത്തെ ക്യാപിറ്റൽ, ഡ്രൈവറാണ് ഇവിടുത്തെ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് അഥവാ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക ചെയ്യുന്നത്. ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നു. ഒരു കണ്ടക്ടറെ കൂടി ജോലിക്ക് വെക്കുന്നു, 2 ലേബേഴ്സാണ്, ഡ്രൈവറായി കണ്ടക്ടറായി 2 ലേബേഴ്സായി, ഒരു ബസ്സുമായി. ക്യാപിറ്റൽ ഫിക്സഡ് ആണ്, ലേബറിൻ്റെ എണ്ണം കൂട്ടുന്നു. അപ്പോൾ പ്രോഫിറ്റിൽ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് വർധന ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് തിരക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലേബറെ കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ള, ഒരു ക്ലീനറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാഭം പിന്നെയും കൂടും എന്നുള്ളതാണ്. ഇനി ഒരു ക്ലീനറെ കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്നു, അങ്ങനെ മൊത്തം 4 പേരെ എന്ന് കരുതുക. ലാഭം മാക്സിമമായി. അപ്പോൾ ടിക്കറ്റ് ചോദിക്കുന്നു, ക്ലീനർ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്തെന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ചോദിച്ച് മേടിക്കുന്നു. ഇതിൽ ക്ലീനർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് 2 ഡോറുകളിലും ക്ലീനേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൊണ്ടും ടിക്കറ്റ് എടുപ്പിക്കാൻ സാധിക്കുന്നു. കൂടുതൽ എഫക്റ്റീവായിട്ട് വാഹനം ഓടുന്നു എന്ന് കരുതുക. പ്രോഫിറ്റ് കൂടി എന്നുള്ളതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ഓണർ ലാഭം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നുള്ളൂ, ലാഭം കുറവാണ്, കുറേ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നില്ല. കണ്ടക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഭയങ്കര തിരക്കാണ്. നേരത്തേക്കാളും ഒരു ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നേക്കാളും ലാഭം കൂടി കണ്ടക്ടറെ അപ്പോയിൻറ്റ് ചെയ്തപ്പം. പക്ഷേ ഈ കണ്ടക്ടർക്കും പൂർണ്ണമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലാഭം കൂടി, പക്ഷേ പോരാ, അത്രയ്ക്ക് പോരാ, എല്ലാം ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലീനറെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ക്ലീനറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 പേരായപ്പോൾ ലാഭം മാക്സിമം കൂടി എന്നുള്ളത്. ഇനി ഈ ലാഭം കൂട്ടുന്ന വെച്ചാൽ അയാൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് അഥവാ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആട്ടോ. ഇനി ലാഭം കൂട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ബസ് പുതുത് മേടിക്കണം. പുതിയൊരു ബസ് കൂടെ മേടിച്ചിട്ട് വേറെ കണ്ടക്ടർ ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്ത് ഇയാൾക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും, ലാഭം കൂട്ടാൻ പറ്റും. പക്ഷേ ഷോർട്ട് റണ്ണിൽ ലാഭം കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ കൂട്ടാൻ പറ്റില്ല, അതിന് സമയമെടുക്കും, പണം കൈ വരണം, കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനോ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനോ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലേബർ കൂട്ടാം, അല്ലെ ക്യാപിറ്റലും കൂട്ടാം. എന്ന് പറഞ്ഞാൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ലാഭം കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ലേബർ കൂട്ടിയിട്ട് നമുക്ക് ഷോർട്ട് റണ്ണിൽ, അല്ലെങ്കിൽ ലേബർ കൂട്ടിയിട്ടേ നമുക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ആ പീരീഡിയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഒരു ബസ് മുതലാളിയെ സംബന്ധിച്ച് ഒരു 3 അല്ല 4 ആൾക്കാരെ ബസ്സിൽ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് ഞാൻ പറയുന്നുള്ളൂ, നിർബന്ധമില്ല, ഒരു പക്ഷേ ലാഭം മാക്സിമൈസ് ചെയ്യാൻ പറ്റിയേക്കും. ഒരു മാസം സമയം എടുത്തിട്ടായിരിക്കും ഒരാളെ ചിലപ്പോൾ 4 പേരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ, ഒരു ബസ്സിനെ സംബന്ധിച്ച് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ 1 മാസം എന്ന് പറയും. അതായത് ലേബറിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് പ്രോഫിറ്റ് അഥവാ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ കാലയളവാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അതിവിടെ ബസ്സിനെ സംബന്ധിച്ച് 1 മാസമാണ്. ഇനിയൊരു ഇത് ബസ്സുകാരനെ സംബന്ധിച്ച് മറ്റൊരു ബസ് കൂടെ മേടിച്ചിട്ട് ലാഭം കൂട്ടുകയെന്ന് കരുതുക. മറ്റൊരു ബസ് മേടിക്കുന്നു, അവിടെ വേറെ ആൾക്കാരെ, ജോലിക്കാരെ, ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നു, അതിന് 5 വർഷം എടുക്കുമെന്ന് കരുതുക. അപ്പോൾ ലേബറും ക്യാപിറ്റലും ബസ്സും ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറേയും പുതിയൊരു ബസ് മേടിച്ച് പുതിയ ഡ്രൈവറേയും കണ്ടക്ടറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുതലാളിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം, ഔട്ട്പുട്ട് ഉണ്ടാക്കാം. അതിന് 5 വർഷം എടുക്കുമെന്ന് പറയുക, കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം ഒരു ബസ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറിനെ മാത്രം വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുന്ന കാലയളവാണ് ഒരു ബസ്സിനെ സംബന്ധിച്ച് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ. അത് 1 മാസമാണ് ഇവിടെ. ഇനി ലേബർ ക്യാപിറ്റലും കൂട്ടി ഔട്ട്പുട്ട് അഥവാ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റിയ കാലയളവ് എപ്പോഴാണ്? 5 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 വർഷം എടുത്ത് ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫേംസിനെയും ഓരോ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും വ്യത്യസ്തങ്ങളായിരിക്കും. ഒരു പേന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000 പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 ലേബേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഇനി 2000 പേന ഉൽപ്പാദിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറിനെ മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. 1 മാസം എടുത്ത് അവർ ലേബറിനെ ഇരട്ടിയാക്കി കൂട്ടിയെന്ന് കരുതുക. 20 ലേബേഴ്സിനെ ജോലിക്ക് വെച്ചു. എന്നിട്ട് പേനയുടെ ഉൽപ്പാദനം അവർക്ക് 2000 ആക്കി വർദ്ധിപ്പിക്കാൻ പറ്റിയില്ലെന്ന് കരുതുക. 1500 വർദ്ധിപ്പിച്ചെന്ന് കരുതുക. എന്താ അവിടെ സംഭവിച്ചത്? ലേബറിൻ്റെ അളവ് അവർ വർദ്ധിപ്പിച്ചു, പേനയുടെ ഉൽപ്പാദനം 1500 കൂട്ടി. ലേബറിനെ എംപ്ലോയ് ചെയ്യാൻ എളുപ്പമാണ്, ഡെയിലി വേജിനൊക്കെ എംപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പേനയുടെ ഫാക്ടറിയെ സംബന്ധിച്ച് ഉൽപ്പാദനം 1000 നിന്നും 1500 കൂട്ടി. എങ്ങനെയാണ്? ലേബറിൻ്റെ അളവ് 10 നിന്നും 15 അല്ലെങ്കിൽ പോട്ടെ 10 നിന്ന് 20 കൂട്ടിയിട്ട്
ഇപ്പോൾ ലേബറിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് പേനയുടെ ഫാക്ടറിയിൽ കൂടുതൽ പേന ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഷോർട്ട് റൺ. ലേബേഴ്സിൻ്റെ അളവ് കൂട്ടി പേനയുടെ ഉൽപ്പാദനം കൂട്ടി. ക്യാപിറ്റലോ, ഈ പേന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പണം ഉണ്ടായി പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഉൽപ്പാദനം 1000 നിന്ന് 1500 കൂടി അത് 2000 അല്ലെങ്കിൽ 3000 4000 കൂടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം എടുക്കുമെന്ന് കരുതുക. അതായത് ക്യാപിറ്റലും ലേബറും വർദ്ധിപ്പിച്ച്, ലേബർ എന്നുള്ളത് 10 നിന്ന് 15 കൂട്ടിയോ അല്ലെങ്കിൽ 20 കൂട്ടിയോ പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ ഉൽപ്പാദനം 1000 നിന്ന് 2000 3000 4000 എത്രയും കിട്ടാട്ടെ അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു എന്ന് കരുതുക. അങ്ങനെ ലേബറും ക്യാപിറ്റലും കൂട്ടി ഉൽപ്പാദനം കൂട്ടാൻ പറ്റുന്ന കാലയളവാണ് ആ പേനയുടെ ഫാക്ടറിയെ സംബന്ധിച്ച് ലോങ് റൺ. അത് 1 വർഷമാണെന്ന് കരുതിക്കും. ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേമിനെ സംബന്ധിച്ച് ലേബർ ഏതെങ്കിലും ഒരു ഇൻപുട്ട്, അത് ലേബർ ആയിരിക്കും എപ്പോഴും കേട്ടോ, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ അളവിൽ മാറ്റം വരുത്തി ഉൽപ്പാദനം കൂട്ടാൻ പറ്റിയ പീരീഡാണ് ഒരു ഫേമിൻ്റെ ഷോർട്ട് റൺ. ലോങ് റണ്ണോ 2 ഇൻപുട്സിൻ്റെ അളവിലും വർധന വരുത്തി, ലേബറും ക്യാപിറ്റലും 2 ഇൻപുട്സിൻ്റെ അളവിലും വർധന വരുത്തി ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ കാലയളവ്, അത് ദീർഘകാലം എടുക്കും. അതാണ് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഫേമിൻ്റെ ലോങ് റൺ എന്ന് പറയുന്നത്. ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും നമുക്ക് ഇത്ര വർഷമൊന്നും ഇത്ര മാസം എന്നല്ല പറയുന്നത്. അതൊരു ഫേമിനും ഓരോന്നായിരിക്കാം. ചില ഫേമിന് ഷോർട്ട് റൺ എന്ന് പറയുന്നത് 1 മാസമായിരിക്കാം. ചില വലിയൊരു കമ്പനിയെ സംബന്ധിച്ച് ഷോർട്ട് റൺ എന്ന് പറയുന്നത് 5 വർഷമായിരിക്കാം. ചിലപ്പോൾ ഷോർട്ട് റൺ തന്നെ ലേബറിൻ്റെ അളവ് കൂട്ടി അവർക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ ചിലപ്പോൾ 5 വർഷം എടുത്തേക്കാം. അതുപോലെ ലോങ് റൺ, ചിലരെ സംബന്ധിച്ച് ലോങ് റൺ 1 വർഷമായിരിക്കാം, ചിലരെ സംബന്ധിച്ച് ലോങ് റൺ 20 വർഷമായിരിക്കാം. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ അളവ് വർധന വരുത്തിയിട്ട് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ ടൈമാണ്. ലോങ് റണ്ണോ 2 ഇൻപുട്സിലും വർധന വരുത്തി ഔട്ട്പുട്ട് കൂട്ടാൻ എടുക്കുന്ന സമയം എത്രയോ അതാണ് ലോങ് റൺ. സം ഇൻപുട്സ് ആർ ഫിക്സഡ് അണ്ടർ ഷോർട്ട് റൺ ആർ കോൾഡ് ഫിക്സഡ് ഇൻപുട്സ്. അപ്പോൾ ഷോർട്ട് റണ്ണിലെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. അപ്പോൾ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് റണ്ണിൽ മാറ്റം വരാത്ത ഇൻപുട്ട് അത് ക്യാപിറ്റലായിരിക്കും കേട്ടോ. അതിനാണ് ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്ന വേരിയബിളാണ്. ലേബറാണ് ഷോർട്ട് റണ്ണിൽ മാറ്റം വരുന്നത്, അതിനെ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന ലോങ് റൺ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇൻ വിച്ച് ദ ഫേം ക്യാൻ വേരി ഓൾ ദ ഇൻപുട്സ് ഫോർ എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എന്നുള്ളത്. ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് 2 ഇൻപുട്സിലും ലേബറിലും ക്യാപിറ്റലും മാറ്റം വരുത്താൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിൻ പ്രോഡക്റ്റ് എന്നുള്ള ചില സങ്കല്പങ്ങൾ. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറും ക്യാപിറ്റലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻപുട്സ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ടിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഔട്ട്പുട്ട് വെൻ വൺ ഇൻപുട്ട് ഈസ് വേരിഡ് കീപ്പിംഗ് ഓൾ അതർ ഇൻപുട്സ് ഫിക്സഡ്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിൻ്റെ ലേബറായിരിക്കും വേരിയബിൾ ഇൻപുട്ട് എപ്പോഴും. എല്ലാ ഇൻപുട്ടുകളും ഫിക്സഡ് ആക്കി നിർത്തി ഒരു ഇൻപുട്ടിൻ്റെ അളവിൽ മാത്രം വർധനവ് വരുത്തി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ടാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ക്യാപിറ്റലും ലാൻഡും പേന കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ലാൻഡ് കൂട്ടാൻ പറ്റില്ല. ഒരു ഫാക്ടറിയിൽ 1000 പേന എന്നുള്ള 1500 ആക്കി കൂട്ടിയെന്ന് കരുതുക 1 മാസത്തിനിടയ്ക്ക്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം? പെട്ടെന്നൊരു പുതിയ ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റില്ല. ലാൻഡും ഫർണിച്ചേഴ്സും അവിടെ ഫിക്സഡ് ആയിരിക്കും. ലേബർ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ലേബർ വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ ആൾക്കാർ ജോലിക്ക് വയ്ക്കുന്നു ഒരു ഫാക്ടറിയിൽ. ക്യാപിറ്റൽ പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല, യന്ത്രങ്ങൾ കൂടുതൽ മേടിക്കാൻ പറ്റില്ല, പണം കാണില്ല, അതിനുള്ള സൗകര്യം കാണില്ല. ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുക, എൻ്റർപ്രണറെ കൂട്ടാൻ പറ്റില്ല. അപ്പം ലാൻഡിലും ക്യാപിറ്റലിൻ്റെ അളവിലും എൻ്റർപ്രണറിൻ്റെ അളവിലും റോ മെറ്റീരിയൽസിൻ്റെ അളവിൽ ചെറിയ വർധന വരുത്തിയേക്കാം ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് എന്ത് സംഭവിക്കുന്നു? ലേബർ മാത്രമേ കൂടുന്നുള്ളൂ. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് കേട്ടോ. റോ മെറ്റീരിയൽസിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അത് നമ്മളിപ്പോൾ പരിഗണിക്കാത്ത എല്ലാവരും പറഞ്ഞാൽ കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ഇതിനകത്ത് ലേബറിൻ്റെ അളവ് മാത്രം വർദ്ധിപ്പിച്ചിട്ട് ബാക്കിയുള്ള ഇൻപുട്ടുകളുടെ അളവ് വർധന വരുത്താതെ ലേബറിൻ്റെ അളവ് മാത്രം വർദ്ധിപ്പിച്ചാൽ എന്തേരി ഉൽപ്പന്നങ്ങളെല്ലാം ഔട്ട്പുട്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും. അതിനാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിനെ ലേബറിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 1000 എന്ന് കരുതുക. 1000 പേന ഉൽപ്പാദിപ്പിക്കുന്നു. ശരാശരി ഉൽപ്പന്നം കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലേബേഴ്സ്. 10 ആണെങ്കിൽ 10.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10 പേര് ചേർന്നിട്ട് 1000 പേന ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ശരാശരി എത്ര പേന ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? അപ്പോൾ 1000 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 100. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലേബർ 100 പേന ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള ഏകദേശം അതിൻ്റെ ശരാശരി കണക്കാണ്, ശരാശരി കണക്ക് എന്നുള്ളതാണ്. ആവറേജുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി TPA അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിനെ ലേബറിൻ്റെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാർജിനൽ പ്രോഡക്റ്റ് MB എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ. അതായത് ഒരു ലേബറിനെ കൂടുതൽ ജോലിക്ക് വയ്ക്കുന്നുള്ളത് കൊണ്ട് ടോട്ടൽ ഉൽപ്പന്നത്തിൽ ഉണ്ടായ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാകുന്ന വർധനമാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചേഞ്ച് നമ്മൾ MRS പറഞ്ഞ സമയത്ത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ് MRS എന്നുള്ള ആ ചേഞ്ച് പറഞ്ഞിരുന്നു അല്ലേ? ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ടു ഡിവൈഡ് ബൈ ഡെൽറ്റ x1 എന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അവിടെ ഇപ്പോൾ ഈ MP എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ഡെൽറ്റ TP ഡിവൈഡ് ബൈ ഡെൽറ്റ L, അതായത് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ. അങ്ങനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട്സ് ലേബർ എന്ന് കരുതിക്കുക. ആദ്യമേ ഒരു ലേബറിനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ടോട്ടൽ പ്രൊഡക്റ്റ് 0, MB AP എല്ലാം ഓഫ് കോഴ്സ് 0. ഓക്കെ, ഒരു ലേബറിനെ യൂസ് ചെയ്യുന്നു. ആദ്യമേ ഒരു ലേബറിനെ ആദ്യം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ലേബറിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് TP എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് 15 ഒരു ലേബറിനെ യൂസ് ചെയ്യുന്നു, ടോട്ടൽ പ്രൊഡക്റ്റിന് 15, മാർജിനൽ പ്രൊഡക്റ്റും 15, ആവറേജ് പ്രൊഡക്റ്റും 15. 2 ലേബറിനെ യൂസ് ചെയ്യുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് 35 ആണ്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് AP 17.5. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MB എന്ന് പറയുന്നത് 20. ഇത് TP എന്ന് പറയുന്നത്. അതായത് രണ്ട് ലേബേഴ്സിന് യൂസ് ചെയ്യുന്നു, രണ്ട് ലേബേഴ്സിന് യൂസ് ചെയ്യുന്നു. നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കണക്കാക്കാൻ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ എന്നുള്ള മാർജിനൽ പ്രൊഡക്റ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 15-ൽ നിന്നും 35-ലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 20 ആണ് അല്ലേ? അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ലേബറിൻ്റെ എണ്ണം ഇവിടെ എത്രയാണ്? ചേഞ്ച് എത്രയാണ്? ഇവിടെ ചേഞ്ച് 1 തന്നെയാണ്, ഇവിടെ 20. അപ്പോൾ 20 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 20 തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് ഡെൽറ്റ TP എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എത്രയാണ്? 35-ഉം 15-ഉം അല്ലേ? ചേഞ്ച് ഇൻ ലേബർ എത്രയാണ്? 1. അപ്പോൾ 35 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 35 50 നമ്മുടെ ഡിഫറൻസ്. 15 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 15 തന്നെ. മനസ്സിലായില്ലേ? അടുത്ത ലെവലിൽ അത് തന്നെ. ചേഞ്ച് എത്രയാണ്? 50-ൽ നിന്നും 48-ലേക്ക് -2 ഡിവൈഡ് ബൈ 1. 3-ൽ നിന്ന് 4-ലേക്കുള്ള ചേഞ്ച് 1 ആണ്. അപ്പോൾ -2 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു -2 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കാര്യം. അപ്പം അതുപോലെ AP ഇവിടെ 15 AP കിട്ടിയത്. AP എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലേബർ എന്നുള്ളതാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് 35 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലേബർ എത്രയാണ്? 2 ഈസ് ഈക്വൽ ടു 17.5 എന്നുള്ള. അടുത്ത് ഇവിടെ 16.6 കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് 50 ഡിവൈഡ് ബൈ 3 എത്രയായിരിക്കും? 16.6 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത് 48 ഡിവൈഡ് ബൈ 4. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് 48-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 12 കിട്ടും. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ടോട്ടൽ പ്രൊഡക്റ്റിനെ ലേബറിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. മാർജിനൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ നോക്കണം. കിട്ടിയില്ലേ? മിക്കവാറും ഈ ചേഞ്ച് ഇൻ ലേബർ എന്ന് പറയുന്നത് 1, 2, 3 എന്നുള്ള രീതിയിൽ കൂട്ടുള്ളൂ. അതുകൊണ്ട് ഈ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും MB എന്ന് പറയുന്നത്. അപ്പോൾ ആശയം മനസ്സിലായി കാണുമല്ലോ. ഓക്കെ,
ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 15, 35, 50, 48, 38 കൂടുന്നു. ഇതെങ്ങനെയാണ് കൂടുന്നത്? ലേബറിനെ കൂടുതൽ ജോലിക്ക് വെക്കുമ്പോൾ ആദ്യം ഒരാളെ ജോലിക്ക് വെക്കുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നു 15 രണ്ടാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് 15 35 കൂടുന്നു. മൂന്നാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, 50 കൂടുന്നു. നാലാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, 48 കൂടുന്നു. അഞ്ചാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, 38 ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നു. അതായത് ഇതിൻ്റെ കാര്യം ഇതാണ്, എല്ലാ ഫാക്ടറികളിലും എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളിലും നമ്മൾ ലേബേഴ്സിൻ്റെ എണ്ണവും ക്യാപിറ്റലിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടും. പക്ഷേ വെറുതെ ഇങ്ങനെ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടി ഔട്ട്പുട്ട് അങ്ങനെ കൂട്ടാൻ പറ്റുമോ? എന്താ അതിൻ്റെ ലോജിക്ക്? അതിൻ്റെ ലോജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ബസ്സിൻ്റെ കാര്യം, പെന്നിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ബസ്സിൻ്റെ എക്സാമ്പിളും നമ്മൾ സാധാരണ ഇത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊന്നും വെച്ച് പറയാൻ പറ്റിയ എക്സാമ്പിൾ അല്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു ബസ് 4 ജീവനക്കാരുണ്ട്. എങ്ങനെയാണ് അവിടെ ഔട്ട്പുട്ട് കൂട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഡ്രൈവർ ആദ്യം വെക്കുന്നു, പിന്നെ ഒരു കണ്ടക്ടറെ വെക്കുന്നു, പിന്നെ ഒരു ക്ലീനറെ വെക്കുന്നു, പിന്നെ ഒരു ക്ലീനറെ വെക്കുന്നു. അതനുസരിച്ച് പ്രോഫിറ്റ് കൂടിക്കൂടി വരും എന്ന് നമ്മൾ പറഞ്ഞു. നിർബന്ധമില്ല, ലോജിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് പറഞ്ഞാണ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതിന് മറ്റൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട്. അപ്പോൾ ബസ്സിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഉപയോഗിച്ചു. ഇനി ഒരു റെസ്റ്റോറൻറ്റ് ആണെന്ന് കരുതുക. ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയാണ്. അവിടുത്തെ ലേബർ എന്ന് പറയുന്നത് അവിടുത്തെ ജോലിക്കാർ. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഈ ദോശ ഉണ്ടാക്കാനുള്ള ദോശക്കല്ല് പോലത്തെ സാധനങ്ങളാണ്. ഗ്യാസ് സ്റ്റൗ, ഗ്യാസ് ഊറ്റി, ദോശക്കല്ല്, പിന്നെ ഗ്രൈൻഡർ ഒക്കെയാണ് അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് ദോശ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ദോശക്കല്ലുണ്ട്, ഗ്രൈൻഡറുണ്ട്. അതൊക്കെ ക്യാപിറ്റലാണ്. ലേബറോ? അവിടുത്തെ ലേബർ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലാൻഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നു, ലാൻഡ് ഉപയോഗിക്കുന്നു. ആ ലാൻഡിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് അവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത്. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ലാൻഡുണ്ട്, ലേബറുണ്ട്, അവിടുത്തെ പണിക്കാർ. ഒരു ജോലിക്കാരനേ ഉള്ളൂ. ലാൻഡായി, ലേബറായി. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദോശക്കല്ല്, ഗ്യാസ് സ്റ്റൗ, ഗ്രൈൻഡറാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താണുള്ളത്? ഇനി എൻ്റർപ്രണറാണ് ഉള്ളത്. അവിടുത്തെ ഒരു മുതലാളി എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. വലിയ പണക്കാരനൊന്നുമല്ല. സ്വന്തമായിട്ട് അയാൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം വീടിനടുത്തുണ്ടായിരുന്നു, വഴി സൈഡിലാണ്. അയാൾ എന്ത് ചെയ്തു? സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നു. അതുപയോഗിച്ചിട്ട് ചെറിയൊരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ചെറിയൊരു ബിൽഡിംഗാണ്, ഷീറ്റൊക്കെ ഇട്ട ഒരു ബിൽഡിംഗാണ്. സാധാ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വന്തമായുള്ള ഭൂമി ആയതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ട? റെൻറ്റ് കൊടുക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? സ്വന്തമായുള്ള അയാളുടെ ഭൂമി അയാൾ ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ലോണിന് അയാൾ പലിശ കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന് അയാൾ ലോൺ അടയ്ക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ലോൺ എടുത്ത പണം കൊണ്ട് അയാളൊരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അതിൽ അത്യാവശ്യം ഫർണിച്ചേഴ്സ് മേടിച്ചിടുന്നു, ഗ്യാസ് കണക്ഷൻ എടുക്കുന്നു, ഗ്രൈൻഡർ പോലത്തെ സാധനങ്ങൾ, മിക്സി പോലത്തെ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നു. അത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഒരു ലേബറിനെ മറ്റൊരാളെ ജോലിക്ക് വെക്കുന്നു. അയാൾക്ക് വേജ് കൊടുക്കുന്നു, ഡെയിലി വേജാണ്. അപ്പോൾ ലാൻഡായി, ലേബറായി, ക്യാപിറ്റലായി. എൻ്റർപ്രണർ ആരാ? ഈ ചെയ്യുന്ന ആളാരാണോ അയാൾ ഇവിടുത്തെ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അയാൾ ക്യാഷ്യറായിട്ട് ഇരിക്കുക, കൗണ്ടറിൽ ഫ്രണ്ട് ഇരിക്കുന്ന ആളാണ്. അയാളാണ് എൻ്റർപ്രണർ, അയാൾ തന്നെയാണ് ക്യാഷ്യർ. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ അയാളെ ലേബറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, എൻ്റർപ്രണറാണ്. അയാൾക്ക് എന്താ ലഭിക്കേണ്ടത്? അയാൾക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടണം, അല്ലേ? അയാൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു വിഹിതം എടുത്തായിരിക്കും അയാൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നത്, ലോണിൻ്റെ പലിശ അടയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ അയാൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം എടുത്താണ് അയാൾ ലേബറിന് വേജ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ലാൻഡായി, ലേബറായി, എൻ്റർപ്രണറായി, ക്യാപിറ്റൽ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അയാൾ ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിടുന്നു. ജോലിക്ക് ആൾക്കാരെ വെക്കുന്നില്ല, തുടങ്ങിയിട്ടില്ലെന്ന് കരുതുക. ടോട്ടൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല.
ഒന്നുമില്ല, 0. ടി പി എന്ന് പറഞ്ഞാൽ 0. ഇവിടെ ടി പി 0, എം ബി 0, എ പി 0. ഇനി ആദ്യം ഒരാളെ ജോലിക്ക് വെക്കുന്നു. നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സ്. അപ്പം ലേബറാണ് കേട്ടോ, ലേബറിനെയാണ് വർദ്ധിപ്പിക്കുന്നത് ഇയാൾ. അത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം ഒരാളെ ജോലിക്ക് വെക്കുന്നു. ഒരു വ്യക്തിയാണ്, ലേബർ എന്ന് പറഞ്ഞ 1 ആണ്. ഒരാളെ ജോലിക്ക് വെക്കുന്നു, ഒരു വ്യക്തിയെ ജോലിക്ക് വെക്കുന്നു. റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ദോശ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം 15 ദോശ ഉണ്ടാക്കുകയുള്ളൂ, ഒരു ലേബർ എന്ന് പറയുന്നത്. അതേ പറ്റുള്ളൂ. ഒരാൾ മാത്രം ജോലി ചെയ്യുന്നുണ്ട്, 15 ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കരുതുക. മാർജിൻ പ്രൊഡക്റ്റും 15 തന്നെ, ആവറേജ് പ്രൊഡക്റ്റും 15. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലേബർ. ആവറേജ് പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് 15 തന്നെ കിട്ടുള്ളൂ അല്ലേ. മാർജിൻ പ്രൊഡക്റ്റോ? നേരത്തെ 0 ദോശയായിരുന്നു, 0യിൽ നിന്നും 15ലേക്കുള്ള ഡിഫറൻസ്, ചേഞ്ച്. ടോട്ടൽ പ്രൊഡക്റ്റ് നേരത്തെ 0 ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 15. ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ ടി പി, ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് 15. അതുകൊണ്ടാണ് MB 15 എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു? 2 ദിവസം കഴിയുന്നു, മറ്റൊരാളെ കൂടെ എംപ്ലോയ് ചെയ്യുന്നു. ലേബറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1ൽ നിന്ന് 2 ആയിട്ട് വർദ്ധിപ്പിച്ചെന്ന് കരുത്. 2 പേര് ജോലിക്ക് വെക്കുക. ഈ എൻ്റർപ്രണർക്ക് മനസ്സിലായി ഒരാളെ കൊണ്ട് കാര്യമില്ല, പോരാ, അല്ലെങ്കിൽ കൂടുതൽ ആൾ വേണമെങ്കിൽ കൂടുതൽ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ചായക്കട ആൾക്കാർ കൂടുതൽ വരുന്നു, കൂടുതൽ ദോശ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലായി അയാൾക്ക്. ഇപ്പോൾ രണ്ടാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു. 2 ലേബേഴ്സായി. മനസ്സിലായില്ലേ? 2 ലേബേഴ്സായി. രണ്ടാമത്തെ ആൾ വരുന്നു, ആദ്യത്തെ ആൾക്ക് കുറച്ച് ആശ്വാസമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. അപ്പോൾ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ജോലി ചെയ്യാൻ, കൂടുതൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് ജോലി ചെയ്യാമെന്ന് കരുതുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 35 കൂടി. അതായത് ഒരു ദിവസം 15 ദോശ ഉണ്ടാക്കുള്ളായിരുന്നു, ഇപ്പോൾ അത് 35ലേക്ക് ദോശയുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. മാർജിൻ പ്രൊഡക്റ്റ് 20. മാർജിൻ പ്രൊഡക്റ്റ് 20 പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നുള്ളത് കൊണ്ട് ദോശയുടെ എണ്ണത്തിലുണ്ടായ വർധനമാണ് കേട്ടോ. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ദോശയും ഇപ്പോൾ ഉണ്ടായിരുന്ന ദോശയുടെ എണ്ണം തമ്മിലുള്ള ഡിഫറൻസാണ്. ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡെൽറ്റ ടി പി എത്രയാണ്? ചേഞ്ച് എത്രയാണ്? 15ഉം 35 തമ്മിലുള്ള 20 അല്ലേ. ഓക്കെ, ചേഞ്ച് ഇൻ ടി പി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബറിൻ്റെ എണ്ണത്തിലുണ്ടായ വർധന എത്രയാവും? 1. ഇപ്പോൾ 20 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 20 തന്നെ. അപ്പോൾ രണ്ടാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നുള്ളത് കൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റിനകത്തുണ്ടായ വർധനവ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ, 20 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 20 തന്നെ അവിടെ നമുക്ക് കിട്ടുന്നു എന്നുള്ള മാർജിൻ പ്രൊഡക്റ്റ്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എത്രയാണ്? ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ലേബർ കൊണ്ട് ഹരിക്കുന്നത്. മൊത്തം 35 ദോശയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ജോലിക്കാരുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും ശരാശരി എത്ര ദോശ വീതം ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൃത്യം 17 ദോശ ഉണ്ടാക്കി, മറ്റേ ആൾ കൃത്യം 17 ദോശ ഉണ്ടാക്കി എന്നുള്ളതല്ല കണക്ക്, ശരാശരിയാണ്. 2 പേരുണ്ട്, മൊത്തം 35 ദോശയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ആൾക്കാരും 35 പകുതി വീതം ദോശ ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് അല്ലേ. അതാ 17.5 എന്നുള്ളത്. പിടികിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ ആളെ ജോലിക്ക് വെക്കുകയാണ്. മൂന്നാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നുള്ളത് കൊണ്ട് മൊത്തം ദോശയുടെ എണ്ണത്തിലുണ്ടായ വർധന 15. അതെന്താ? 35ഉം 50. മൂന്നാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, ദോശയുടെ എണ്ണം 35-ൽ നിന്ന് 50 കൂടുക. അപ്പോൾ 35-ൽ നിന്ന് 50ലേക്കുള്ള ഡിഫറൻസ് 15 അല്ലേ. 35ഉം 50 നമ്മൾ ഡിഫറൻസ് 15 ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ 1. 15 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ 15. അപ്പോൾ മൂന്നാമത്തെ ആൾ ജോലിക്ക് വെക്കുന്നുള്ളതുകൊണ്ട് ദോശ എണ്ണത്തിലുണ്ടായ വർധന 15. ആവറേജ് പ്രൊഡക്റ്റ് 50 ഡിവൈഡ് ബൈ 3 16.6 എന്നുള്ളത്. ആശയം പിടികിട്ടി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കുക, 1 2 3 4 5 അങ്ങനെ നമ്മൾ ആൾക്കാരെ കൂടുതൽ ജോലിക്ക് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കണമെന്നില്ല. കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ ജോലിക്ക് വെക്കുന്നു, അതിനനുസരിച്ച് ദോശയുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അല്ലേ. ഇത് എത്ര വരെയായിട്ട് പോകും ഇങ്ങനെ? അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കൂടുമോ? നിർബന്ധമില്ല എന്നാലും കൂടില്ല. എന്തുകൊണ്ട് കൂടില്ല? അപ്പോൾ ആദ്യമേ ഒരാളെ ജോലിക്ക് വെക്കുന്നു, 2 ആളെ വെക്കുന്നു, 3 ആളെ വെക്കുന്നു, 4 ആളെ ജോലിക്ക് വെക്കുന്നു, അങ്ങനെ 5 പേരെ വരെ ജോലിക്ക് വെക്കുന്നു അല്ലേ. എന്തുകൊണ്ട് 5 സ്റ്റോപ്പ് ചെയ്യുന്നത്? അതിലേക്ക് നമുക്ക് പോകാം. 3 ആളെ ജോലിക്ക് വെക്കുന്നു, 50 ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലേ. 4ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, 48 ആയി.
എന്ന് പറഞ്ഞാൽ ദോശയുടെ എണ്ണം പിന്നെ കുറയുക. 5-ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, 38ആയിട്ട് മൊത്തം ദോശയുടെ എണ്ണം കുറയുന്നു. എന്താ അതിന് കാരണം? ഇവിടെ ക്യാപിറ്റൽ ഫിക്സഡാണ് അല്ലേ, ദോശക്കല്ല് ഫിക്സഡാണ്, ഗ്യാസ് സ്റ്റൗ ഫിക്സഡാണ്, ഗ്രൈൻഡർ ഫിക്സഡാണ്, ഫർണിച്ചേഴ്സൊക്കെ ഫിക്സഡാണ്. ഇപ്പം ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ആളും വരെ കുഴപ്പമില്ല. രണ്ടാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, രണ്ടുപേരും ഇവിടെ സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ എഫീഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, 35 ദോശ ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നത്? 2 പേര് ദോശ ഉണ്ടാക്കുന്നു, മൂന്നാമത്തെ സെർവ് ചെയ്യാൻ പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അല്ലെങ്കിൽ ഒരാൾ മാറുമ്പോൾ മറ്റേ ആൾക്ക് ഷിഫ്റ്റ് നിന്നിട്ട് അതേ ദോശക്കല്ല, വലിയ ദോശക്കല്ല, കൂടുതൽ ദോശ ഇടാന്ന് കരുതിക്കും. അതിന് 3 പേര് ചേർന്നിട്ട് നന്നായിട്ട് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 50 ദോശ വരെ മാക്സിമം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3 പേർക്കുള്ള പണി അവിടെ ഉള്ളൂ. 3 പേർക്ക് ഒരേ സമയം 3 പേര് മാറി മാറി ജോലി ചെയ്താലും 50 ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒറ്റ ദോശക്കല്ലേ ഉള്ളൂ എന്ന് കരുത്. 50 എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്കിന് വേണ്ടി പറഞ്ഞ കേട്ടോ. 50 500 ആവാം, ചിലപ്പോൾ 1000 ആവാം, എത്രയിലായിരിക്കും, നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറയുന്നു. ഇനിയിപ്പോൾ 4-ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്ന കരുത്. 4-ാമത്തെ ആൾ ഇവിടെ ജോലിക്ക് വെക്കുക മുതലാളി. അപ്പോൾ എന്താ സംഭവിക്കുക? 4-ാമത്തെ വരുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവർ നോക്കും, 2 പേര് ദോശ ഇടുന്നു, ഒരുത്തും കൊണ്ട് സെർവ് ചെയ്യുന്നു, അങ്ങനെ മാറി മാറി ജോലി. 4-ാമത്തവന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അവിടെ. അവനും കൂടുന്നുണ്ട് ജോലിക്കൊക്കെ, അവനും കൂടുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ സമയം വെറുതെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയപ്പം എല്ലാവർക്കും കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും, രാഷ്ട്രീയം പറയുന്നവർ, അതിനിടയ്ക്ക് തർക്കം ഉണ്ടാക്കുന്നു. അപ്പോൾ ആൾ കൂടിയ മാമ്പ് ചാവില്ലെന്ന് പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഫിക്സഡാണ്. ഒരു ദോശക്കല്ലുണ്ട്, ഒരു ഗ്രൈൻഡറുണ്ട്, ദോശ ഇടുന്നുണ്ട് അവർ. പക്ഷേ ഒരു ദോശക്കല്ലിൽ 4 പേർ ചെയ്യുന്നൊരു ദോശ ഇടാൻ പറ്റുന്നില്ല. അവർ ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഒരാൾ റെസ്റ്റ് ചെയ്യുമ്പോൾ അടുത്തയാൾ ജോലി ചെയ്യുന്നു. അങ്ങനെ 48 ദോശ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതെന്ന് കരുതുക. നേരത്തെ കാലം കുറഞ്ഞു പോയി. നേരത്തെ നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നവരാണ്. 4-ാമത്തേന് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അവന് പ്രത്യേകിച്ച് കൂടുതൽ ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ സഹായിക്കുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു. അന്നേരം ഇവൻ മാറിയുന്നു, കഥ പറയുന്നു, ഇവൻ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള ആൾ അവിടെ പോയി വീട് വലിക്കുന്നു. അങ്ങനെ കുറേ സമയനഷ്ടം വരുന്നു. അതുകൊണ്ട് 50 ദോശ എന്നുള്ള ഇപ്പോൾ 48 കുറഞ്ഞിരിക്കുക. ഇനി ഒരു 5-ാമത്തേനെ കൂടി അവിടെ ജോലിക്ക് വെക്കുമെന്ന് കരുതിക്കും. എന്ത് സംഭവിക്കും? ആകെ 3 പേർക്ക് ഇയാളെ ജോലിയുള്ളൂ, 5 പേരുണ്ട് താനും. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുറവും പറഞ്ഞിരിക്കും, മുതലാളിയെ ചീത്ത പറയും, ഇയാൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവരുടെ എഫിഷ്യൻസി കുറഞ്ഞു പോവുകയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഔട്ട്പുട്ട് കൂടുകയുള്ളൂ. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് കുറയുള്ളൂ. മനസ്സിലായല്ലേ? നമ്മളിപ്പോൾ ഒരു പറമ്പിലോട്ട് 2 പേര് ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പണി നടക്കും. പക്ഷേ ഒരു 10 പേര് ചെറിയൊരു പറമ്പിലോട്ട് ജോലിക്ക് വിട്ട് കഴിഞ്ഞാലോ ഉള്ള പണി പോലും ചെയ്യണം നിർബന്ധമില്ല. അവരിങ്ങനെ കഥ പറഞ്ഞ് അവിടെ ഇരിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ലോജിക്ക്. അതായത് ഇപ്പോൾ ലോജിക്ക് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ഒരു പരിധി വരെ, ഇവിടുത്തെ പരിധി എന്ന് പറഞ്ഞാൽ 3 ലേബറാണ്. 3 ലേബർ കഴിഞ്ഞ് പിന്നീട് ഇവിടെ ലേബറിൻ്റെ അളവ് കൂട്ടി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടില്ലെന്ന് മാത്രമല്ല കുറയുള്ളൂ. 50-ൽ നിന്ന് 48-ഉം 38 കുറയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി, ഇവിടെ 50-ൽ നിന്ന് 48 ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്നു. മാറിഞ്ഞ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? -2 ആകുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ 4-ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്കും ടോട്ടൽ പ്രൊഡക്റ്റിനകത്ത് കുറവുണ്ടാകുന്നു. അല്ലെങ്കിൽ 4-ാമത്തെ വന്നു എന്നുള്ളത് കൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ അളവിൽ എന്തെങ്കിലും വർധന ഉണ്ടായില്ല, ഇല്ല, കുറഞ്ഞു എന്നുള്ളതാണ്. ആദ്യം 15 MB ഉണ്ടായിരുന്നു, പിന്നെ 2-ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോൾ 20 ദോശ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 3-ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോൾ 15 ദോശ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. 4-ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്കും ദോശയുടെ എണ്ണം -2 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ 4-ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നുള്ളത് കൊണ്ട് ദോശയുടെ എണ്ണത്തിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കുറയുക, 2 ദോശ കുറയുക. അപ്പോൾ 4-ാമത്തെ വെച്ചല്ലോ, ഇനി ആളെ ജോലിക്ക് വെക്കാൻ പാടുണ്ടോ? പാടില്ല. ഇനി വെച്ചെന്ന് വെച്ചോ, 4-ാമത്തെ 5-ാമത്തെ ആളെ ജോലിക്ക് വെച്ചു, ദോശയുടെ എണ്ണം -10 കുറയും ഓരോ ദിവസവും. അവനവിടെ നിന്ന് വാചകം അടിക്കുന്നു, കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു, ഇറങ്ങിപ്പോകുന്നു, ബീഡി വലിക്കാൻ പോകുന്നു, ചായ കുടിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഉൽപ്പാദകൻ എന്ത് ചെയ്യണം? 3-ാമത്തെ ആളെ ജോലിക്ക് വെച്ചു അല്ലേ, അപ്പോൾ നോക്കിയപ്പോൾ 15 ദോശ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൂടുതൽ. 4-ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്കും 4-ാമത്തെ ആളുടെ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0-യോ -2-ഓ അല്ലെ മൈനസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ. അതായത് 4-ാമത്തെ എത്രാമത്തെ ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോഴാണോ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നത്, മൊത്തം അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിനകത്ത്
ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നമ്മുടെ എക്സാമ്പിളിനകത്ത് പറഞ്ഞ പ്രകാരം മുതലാളി നോക്കണം. അയാൾ നോക്കുമ്പോഴത്തേക്ക് എത്രാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴാണ് ആ മാർജിനൽ പ്രൊഡക്റ്റിനകത്ത് സീറോ വർധനം അല്ലെങ്കിൽ വർധനം ഉണ്ടാവാതിരിക്കുന്നത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം എന്നുള്ളത്. അത്രയും പേര് അത് ഇനി ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇനി അപ്പോയിൻറ്റ് ചെയ്ത് ഇനി നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഫേമുകളിലൊക്കെ ലേബേഴ്സിന് എത്ര പേര് എംപ്ലോയ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സീറോയോ അല്ലെങ്കിൽ സീറോ ആകുന്ന എപ്പോഴാണോ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം. ആവറേജ് പ്രൊഡക്റ്റിനകത്ത് നോക്കുക. ആവറേജ് പ്രൊഡക്റ്റും 16 ഉണ്ടായിരുന്നു നേരത്തെ, 15, 17, 16 ഉണ്ടായിരുന്നു. പിന്നെ 12, 7 കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യും. അപ്പോൾ ഈ സിദ്ധാന്തം പറയുന്ന ഇതാണ്. ഈ സിദ്ധാന്തത്തിൻ്റെ പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ സിദ്ധാന്തം പറയുന്ന ഇതാണ്, ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ഷോർട്ട് റണ്ണിൽ എപ്പോഴും ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും, ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റവും ദോശക്കല്ലും ഗ്രൈൻഡറും ഒക്കെ ഫിക്സഡ് ആണല്ലോ, അതിൻ്റെ കൂടെ ലേബേഴ്സിൻ്റെ എണ്ണം 1, 2, 3 എന്നിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദോശയുടെ എണ്ണം അഥവാ ഔട്ട്പുട്ടിൻ്റെ എണ്ണം വർദ്ധിക്കും. പക്ഷേ ഒരു ലെവൽ വരെ വർദ്ധിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാലോ ടോട്ടൽ പ്രൊഡക്റ്റും കുറയും, മാർജിനൽ പ്രൊഡക്റ്റും കുറയും, നഷ്ടമായിരിക്കുന്നതാണ്. മനസ്സിലായല്ലേ? അപ്പം ഒരു ഫേം എന്ത് ചെയ്യണം, മാർജിനൽ പ്രൊഡക്റ്റ് എപ്പോഴാണോ സീറോ ആകുന്നത്, ഇവിടെ നമ്മൾ -2 ആയി, സീറോ കഴിഞ്ഞു പോയി. എപ്പോഴാണോ സീറോ അല്ലെങ്കിൽ മൈനസ് ആകുന്നത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിടണം. ഇനി കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനകത്ത് വർധന ഉണ്ടാകും ഒരു പരിധി വരെ. പിന്നീട് ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും, മാർജിനൽ പ്രൊഡക്റ്റും കുറയും എന്നുള്ളതാണ്. ഈ സിദ്ധാന്തത്തിനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ സിദ്ധാന്തം ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ് വിത്ത് ഫിക്സഡ് ഇൻപുട്ട്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ്, ഗ്രൈൻഡർ, ദോശക്കല്ല് പോലത്തെ സാധനങ്ങൾ, അതിൻ്റെ കൂടെ ലേബേഴ്സിൻ്റെ എണ്ണം നമ്മൾ ഇഫ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ ഈസ് ആഡഡ് എന്ത് സംഭവിക്കുന്നുള്ളൂ, ദ മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ് ഓൺലി അപ് ടു എ പോയിന്റ് എന്നുള്ളതാണ്. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിലൂടെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിനകത്തും മാർജിനൽ പ്രൊഡക്റ്റിനകത്തും വർധന ഉണ്ടാകും. ബട്ട് അപ് ടു എ സർട്ടൻ ലെവൽ അല്ലെങ്കിൽ അപ് ടു എ പോയിന്റ്. ആഫ്റ്റർ ദാറ്റ് ദ മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ഡിക്ലൈൻ. ദിസ് ഈസ് നോൺ ആസ് എ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിലൂടെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ MB അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും വർദ്ധിക്കും. ബട്ട് അപ് ടു എ സർട്ടൻ ലെവൽ അല്ലെങ്കിൽ അപ് ടു എ ഫിക്സഡ് പോയിന്റ്. ആഫ്റ്റർ ദാറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് will decline or will become negative എന്നുള്ളതാണ്. ഈ തിയറിയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കേട്ടോ. ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇത് തന്നെയാണ് പറയുന്നത്. ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ മാർജിനൽ പ്രൊഡക്റ്റ് വർദ്ധിക്കും. പിന്നീട് എന്ത് സംഭവിക്കും, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ വിൽ ഡിക്ലൈൻ എന്നുള്ളത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ടെക്സ്റ്റിലുണ്ട്. ഒരേ സിദ്ധാന്തം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിനെ 3 സ്റ്റേജസ് ഉണ്ട്. റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. റിട്ടേൺസ് ടു എ ഫാക്ടർ എന്താണെന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് വെൻ വി ആഡ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട് ഈസ് കോൾഡ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അതായത് ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്താ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് 3 സ്റ്റേജസ് ഉണ്ട്. ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും അല്ലേ, പിന്നീട് കുറയും, പിന്നീട് അത് നെഗറ്റീവായിട്ട് മാറും. ഈ 3 സ്റ്റേജിന് പറയുന്ന പേരാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്റ്റേജ്, റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ വിശദമാക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി അതിൻ്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഈ ഡയഗ്രം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കുക. ഇത് ടോട്ടൽ പ്രൊഡക്റ്റാണ്, ഇത് മാർജിനൽ പ്രൊഡക്റ്റും ഇത് ആവറേജ് പ്രൊഡക്റ്റുമാണ്. ഓക്കെ, താഴെ ഇത് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ലേബർ ആട്ടോ, ഇത് ലേബർ, അത് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ലേബർ. ഇവിടെ TP, AP, MB, TP, AP, MB ഒക്കെയാണ് ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നോക്കുക, ഈ ഡയഗ്രം പ്രകാരം 1, 2, 3, 1, 2, 3, 4 എന്നിങ്ങനെ ലേബറിൻ്റെ അളവ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ ദോശയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആവറേജ് പ്രൊഡക്റ്റിൻ്റെ എണ്ണത്തിൽ എന്ത് സംഭവിക്കും, ആവറേജ് പ്രൊഡക്റ്റ് ഇങ്ങനെ സംഭവിക്കുക,
ഈ ഷേപ്പാണ്. മാർജിൻ പ്രൊഡക്റ്റ് ഇതുപോലെ ഡിക്ലൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡയഗ്രത്തെ ഷേപ്പ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഡയഗ്രം ഷേപ്പ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, കുറച്ചുകൂടെ നല്ലൊരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണക്കൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മൾ ലേബറിൻ്റെ എണ്ണം 1 2 3 4 എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1 2 3 എന്നുള്ള രീതിയിൽ ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ അളവിനകത്ത് വർധന ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നീട് നമ്മൾ ലേബേഴ്സിനെ കൂടുതൽ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആകുന്നു. അത് കഴിഞ്ഞ് മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. ആവശ്യം മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയുള്ളൂ. ഇതിന് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കും. ഒരു ലെവൽ വരെയേ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുള്ളൂ. അത് കഴിഞ്ഞ് ടോട്ടൽ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കും? ഡിക്ലൈൻ ഉണ്ടാവും. കിട്ടിയില്ലേ? അതിന് കാരണം എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഒരു വലയായിട്ട് 10 പേര് കടലിലോട്ട് പോയി എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു ചൂണ്ടയായിട്ട് ഇപ്പോൾ 10 പേര് ചൂണ്ടിടാൻ പോയാലോ? അതുപോലെ തന്നെയാണ്. അപ്പം നോക്കുക, ഇവിടെ ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഇതിന് 3 സ്റ്റേജായിട്ട് തിരിക്കുക. ആദ്യത്തെ സ്റ്റേജ് ഇതാണ്, സ്റ്റേജ് ഫസ്റ്റ്. ഇതിനാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. ലേബറിൻ്റെ എണ്ണം 1 2 3 എന്നിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടും. ടോട്ടൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആവറേജ് പ്രൊഡക്റ്റിനകത്ത് സംഭവിക്കും? ആവറേജ് പ്രൊഡക്റ്റ് ഇവിടെ കൂടുക ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റും ഇവിടെ മറ്റൊന്ന് എടുത്താൽ മതി. ഇത് ആവറേജ് പ്രൊഡക്റ്റ് കേട്ടോ, ഇത് ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റും ഇവിടെ കൂടുക ചെയ്യുന്നത് കണ്ടോ ഫസ്റ്റ് സ്റ്റേജിൽ. ഇത് മാർജിൻ പ്രൊഡക്റ്റ്. മാർജിൻ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? മാർജിൻ പ്രൊഡക്റ്റും കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിനകത്തും മാർജിൻ പ്രൊഡക്റ്റിനകത്തും ആവറേജ് പ്രൊഡക്റ്റിനകത്തും വർധന ഉണ്ടാകും. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴോ, സെക്കൻഡ് സ്റ്റേജിനെ പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ലേബറിൻ്റെ എണ്ണം 1 2 3 4 5 എന്നിങ്ങനെ നമ്മൾ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് 4ാമത്തെ 5ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക, കുറയാൻ തുടങ്ങുകയാണ്. 0യിലേക്ക് എത്തുന്നില്ല. 1ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു 15 ദോശ, 2ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു 35 ദോശ, 3ാമത്തെ ആളെ ജോലിക്ക് വെക്കുന്നു. ആ രീതിയിൽ മാർജിൻ പ്രൊഡക്റ്റ് കൂടിക്കൂടി വരികയെന്നത്. പിന്നീടോ ഇപ്പോൾ 4ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്താണ് 20 ദോശയായിരിക്കും. 5ാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ 20നേക്കാളും താഴെയായിരിക്കും, 14 12 ദോശയായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താണ്? മാർജിൻ പ്രൊഡക്റ്റ് വിൽ ബിക്കം 0 എന്നുള്ളത്. മാർജിൻ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. ഡിക്ലൈൻ ചെയ്തിട്ട് മാർജിൻ പ്രൊഡക്റ്റ് 0യിലേക്ക് എത്തുന്നു എന്നുള്ളത്. ആവറേജ് പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത്. അതായത് 3ാമത്തെ 4ാമത്തെ 5ാമത്തെ എത്രയെങ്കിലും ആട്ടെ ആൾക്കാർ ജോലിക്ക് വെക്കുമ്പോഴത്തേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരിക. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ജോലി ചെയ്യാനില്ല. പിന്നെ ആൾ കൂടുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ അവർ 0 ആകുന്നില്ല. എത്രാമത്തെ ആളെ ജോലിക്ക് വെക്കുമ്പോഴാണ് അവരുടെ മാർജിൻ പ്രൊഡക്റ്റ് 0 ആകുന്നത്. ഇതുണ്ട്, ഇവിടെ ഈ മാർജിൻ പ്രൊഡക്റ്റ് 0 ആകുന്നത് എന്ന് വെച്ചാൽ അവരുടെ കോൺട്രിബ്യൂഷൻ നില്ലാവുകയോ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എച്ചിലേക്ക് എത്തും. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം. പിന്നെ ആൾക്കാർ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആകാൻ തുടങ്ങും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ 4ാമത്തെ, നമ്മുടെ നേരത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 4ാമത്തെ 5ാമത്തെ ആളെ ജോലിക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവായി പോകും. നെഗറ്റീവാണ്. പിന്നെ ജോലിക്ക് വെക്കാൻ പാടില്ല. പിന്നെ ടോട്ടൽ പ്രൊഡക്റ്റും കുറയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്താണ്? ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ കൂടെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞിട്ട് പിന്നീട് ലേബറിൻ്റെ എണ്ണം, ഇവിടെ ലേബർ താഴെ, ഇവിടെ നമ്മൾ ലേബറാണ് മെഷർ ചെയ്യുന്നത്, ഇവിടെ ലേബർ, ഇവിടെ ഔട്ട്പുട്ടുമാണ്. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് പിന്നീട് ലേബറിൻ്റെ എണ്ണം നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ പ്രൊഡക്റ്റിനകത്ത് കുറവുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിന് 3 കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്: മാർജിൻ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും. അപ്പോൾ ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും, ആവറേജ് പ്രൊഡക്റ്റ് കൂടും, മാർജിൻ പ്രൊഡക്റ്റും കൂടും. ആവറേജ് പ്രൊഡക്റ്റും മാർജിൻ പ്രൊഡക്റ്റും കൂടും. മാർജിൻ പ്രൊഡക്റ്റ് കൂടിയിട്ട് കുറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ കൂടുമായിരിക്കും, മാർജിൻ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും കുറയുമായിരിക്കും. അത്രയും പറഞ്ഞാൽ മതി.
തേർഡ് സ്റ്റേജ് വരുമ്പോൾ മാർജിൻ പ്രൊഡക്റ്റ് സീറോയിലേക്ക് എത്തുന്നു, ആവറേജ് പ്രൊഡക്റ്റ് കുറയുമായിരിക്കും, ടോട്ടൽ പ്രൊഡക്റ്റും കുറയുമായിരിക്കും. തേർഡ് സ്റ്റേജ് മാർജിൻ പ്രൊഡക്റ്റ് സീറോയിലേക്ക് എത്തുന്നു, നെഗറ്റീവ് ആകുന്നു. അപ്പോൾ മാർജിൻ പ്രൊഡക്റ്റ് കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങുന്നു. ഇതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ബി ആൻഡ് ടി പി ഉണ്ട്. When TP increases and at an increasing rate, MB increases. When TP increases at a decreasing rate, MB decreases. When TP reaches maximum, MB becomes 0. When TP decreases, MB is negative. അപ്പോൾ ഇതൊന്ന് കാണാൻ പഠിക്കണം. നിങ്ങൾ ഈ ഡയഗ്രാം പഠിച്ചാൽ മാത്രം മതി. ഡയഗ്രത്തിന് പ്രത്യേക അളവൊന്നും കൊടുക്കണ്ട, ഇത്ര ഓർത്താൽ മതി. ഇങ്ങനെ ടി പി വരയ്ക്കുക, ഇവിടെ നിന്ന് എം ബി വരയ്ക്കുക, എ പിയുടെ മിഡ് പോയിന്റിലൂടെ എ പി നോക്കുക, ഈ വരച്ചിരിക്കുന്ന എ പി ഇല്ലേ, ഇത് എ പി ഇങ്ങനെ വരയ്ക്കുക റാ പോലെ. ആ എ പിയുടെ നടുക്കൂടെ ഏറ്റവും ഉയർന്ന പോർഷനിൽ കൂടി ആയിരിക്കും എം ബി കട്ട് ചെയ്യുക. എം ബി സീറോയിലേക്ക് ഇവിടെ എത്തുമ്പം ടി പി മാക്സിമം ആയിരിക്കും. അത്ര ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നോക്കി ഈ ടി പിയും എം ബിയും തമ്മിലുള്ള റിലേഷൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഈ ഡയഗ്രം നോക്കി പറഞ്ഞാൽ മതി. ടി പി കൂടുമ്പോഴത്തേക്കും എം ബി കൂടുന്നു എന്നുള്ളത് പറയാം കേട്ടോ. ഡയഗ്രം നോക്കി, ഡയഗ്രം വരയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഓർമ്മയിൽ വെക്കാനാണ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റും മാർജിൻ പ്രൊഡക്റ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്രം വരച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പറയാം, കാണാനൊന്നും പഠിക്കണ്ട. അപ്പോൾ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സാമിന് ചോദിക്കുന്ന, അതുപോലെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഈ 3 സ്റ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടി പി കൂടുമ്പോൾ എം ബി കൂടുന്നു എന്നുള്ള, ടി പി മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ എം ബി 0 ആകുമ്പം ടി പി മാക്സിമം എത്തുന്നു, എം ബി നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ടി പി ഡിക്ലൈനിങ് ആണ്. ഈ 3 പോയിന്റ് എങ്കിലും ഓർത്തിരുന്നാൽ മതി. എം പിയും ടി പിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടി പി കൂടുമ്പോഴത്തേക്കും എം ബി കൂടുന്നു. ശരിക്കും എം ബി മാറ്റം ഉണ്ടാകുമ്പോഴാണ് ടി പി മാറ്റം ഉണ്ടാകുന്നത്. എം ബി കൂടുന്നു, ടി പി കൂടുന്നു. എം ബി കുറയുന്നു, ടി പി കൂടുന്നു, പക്ഷേ കുറയുന്ന റേറ്റില്ല. ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോട്ടെ, അപ്പോൾ എം ബി സീറോയിലേക്ക് എത്തുന്നു, ടി പി മാക്സിമം എത്തുന്നു. എം ബി നെഗറ്റീവ് ആകുന്നു, ടി പി ഡിക്ലൈനിങ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതുപോലെ എം ബിയും എ പിയും തമ്മിലുള്ള ബന്ധം, എം ബി കൂടുന്നു, എ പി കൂടുന്നു. എ പിയുടെ മാക്സിമത്തിലേക്ക് എത്തുമ്പം എം ബി എ പിയുടെ മാക്സിമത്തിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നു. എം ബി ഡിക്ലൈൻ ചെയ്യുന്നു, എ പി ഡിക്ലൈൻ ചെയ്യുന്നു. എം ബി 0 ആകുന്നു, നെഗറ്റീവ് ആകുന്നു. എ പി ഒരിക്കലും 0 നെഗറ്റീവ് ആകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡയഗ്രാം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ബി എ പി തമ്മിലുള്ള റിലേഷൻഷിപ്പും പറയാം. ഇവിടെ അവസാനം പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ബി ആൻഡ് എ പി. അതൊന്നും നിങ്ങളിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി, ഈ ഡയഗ്രം ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ആ റിലേഷൻ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് എം ബി എ പിയും തമ്മിലുള്ള ബന്ധം? എന്താണ്? എ പി കൂടുമ്പം എം ബി കൂടുന്നു. എ പി മാക്സിമത്തിലേക്ക് എത്തുമ്പം എം ബി എ പിയുടെ മാക്സിമത്തിൽ കൂടി കട്ട് ചെയ്യുന്നു. എം ബി 0 ആകുന്നു, എ പി ഡിക്ലൈൻ ആകുന്നു. എം ബി നെഗറ്റീവ് ആകുന്നു, എ പി ഒരിക്കലും നെഗറ്റീവ് ആകുന്നില്ല. ഈ 3-4 പോയിന്റ് പഠിച്ചാൽ മതി. അല്ലാണ്ട് ഈ ഒത്തിരി ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒത്തിരി പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷേ കാണാൻ പഠിക്കില്ല ഒരിക്കലും. കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, ലോജിക്കലായിട്ടേ പഠിക്കാവുള്ളൂ. നിങ്ങളത് വായിച്ചാൽ മതി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ബി ആൻഡ് എ പി എന്നുള്ള കുറേ പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചാൽ ആ ഡയഗ്രാം വരച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഡയഗ്രാം മസ്റ്റാണ്. ഈ ഒരു ഡയഗ്രാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനുള്ള ഡയഗ്രാം മസ്റ്റാണ്. അതിൻ്റെ സ്റ്റേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചോണം, ഡയഗ്രാം ഒക്കെ വരച്ച് പഠിച്ചോണം. ഇതിൻ്റെ ബാക്കിയായിരിക്കും നമ്മളിപ്പം അടുത്ത ചാപ്റ്ററിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ഡൗട്ട് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.